വെൽക്കം ഓൾ. റോളിംഗ് ബെയറിങ്സിൻ്റെ ടൈപ്സ് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. സിംഗിൾ ഡ്രോ ബോൾ ബെയറിംഗ് എന്താണ്, ഡബിൾ ഡ്രോ എന്താണ്, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അപ്പോൾ അതിൽ തന്നെ 2 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഡബിൾ ഡ്രോ വരാം, സിംഗിൾ ഡ്രോ വരാം. അപ്പോൾ ഡബിൾ ഡ്രോ വരുമ്പോൾ എന്ത് പറ്റും, അതിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കിനി പാർട്സ് ഓഫ് എ ബോൾ ബിയറിംഗ് അതൊന്ന് നോക്കാം. അപ്പം ബോൾ ബിയറിംഗ് നമുക്കറിയാം, ആപ്ലിക്കേഷൻ നമ്മുടെ സൈക്കിൾ തൊട്ട് എല്ലാ ഓട്ടോമൊബൈലിലും ആപ്ലിക്കേഷൻസ് ഒരുപാട് വരുന്നതാണ് ബോൾ ബിയറിങ്സ്. അപ്പോൾ ഈ ബോൾ ബിയറിങ്സിൻ്റെ മെയിൻ പാർട്സ് എന്താണ്? ഒരു ഇന്നർ റേ ഉണ്ടാകും, ഒരു ഇന്നർ റേ ഉണ്ട്, ഒരു ഔട്ടർ റേ ഉണ്ട്. ഈ ഇന്നർ റേക്കും ഔട്ടർ റേസിനും ഇടയ്ക്കാണ് നമ്മുടെ എന്താണ് സ്റ്റീൽ ബോൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ, അതായത് ലോഡ് സപ്പോർട്ട് ചെയ്യുന്നതും ഈ റോൾ ചെയ്ത് ഈ സർഫസിനിടയ്ക്ക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതും എല്ലാം എന്താണ്, ഈ സ്റ്റീൽ ബോൾസാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അതായത് ഈ സ്റ്റീൽ ബോൾസ് ഈക്വൽ ഡിസ്റ്റൻസിലായിട്ട് നമ്മൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റീൽ ബോൾസ് ഈക്വൽ ഡിസ്റ്റൻസിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഇതിന് റോൾ ചെയ്യാനുമായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റീറ്റെയ്നർ അല്ലെങ്കിൽ കേജ് എന്ന് പറയുന്ന സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. സോ ആ റീറ്റെയ്നർ അല്ലെങ്കിൽ കേജ് എന്നുള്ളതിൽ എന്തുണ്ട്, ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഹോൾസ് പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ദിസ് ബോൾസ് ക്യാൻ റൊട്ടേറ്റ് ഫ്രീലി ഇൻ ദിസ് റീറ്റെയ്നർ ഓർ കേജ്. സോ നമ്മുടെ ഇന്നർ ഇവിടെ ഒരു എലമെൻറ്റ്, ഔട്ടർ, ഇപ്പോൾ ഇൻ കേസ് ഓഫ് എ ഷാഫ്റ്റ് ആൻഡ് ഹൗസിങ്, ഈ പുറമെ എന്ത് വരും, ഒരു ഹൗസിങ് വരും. ഈ അകത്ത് എന്ത് പറ്റും, എ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് വിൽ ബി ദെയർ. അതിനകത്ത് നമുക്ക് എന്ത് പറ്റും, ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹൗസിങ് എപ്പോഴും സ്റ്റേഷനറി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഷാഫ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേഷൻ കൊടുക്കാൻ പറ്റും. സോ ഈ ഇന്നർ ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ആൻഡ് ഔട്ടർ സ്റ്റേഷനറി അസംബ്ലിക്കിടയ്ക്ക് എന്താ പറ്റുന്നത്, നമുക്ക് ഈ ഷാഫ്റ്റിനെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, യൂസിങ് എ ബോൾ ബിയറിംഗ്. സോ ദാറ്റ് എന്താ പറ്റുന്നത്, ഈ എന്തെങ്കിലും ഒരു ലോഡ് ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ ഇറ്റ് ക്യാൻ എന്ത് പറ്റും, സൈമിൾട്ടേനിയസ്ലി ദിസ് ബിയറിംഗ് ക്യാൻ take the load and also it can support the rotation of shaft in a particular direction. So ഇത് inner ray, ഇത് outer ray, ഇത് എന്താ പറ്റുക, റീറ്റെയ്നർ ഓർ കേജ്. ഇതിലെന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റീൽ ബോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി പുറമേ വരുമ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒരു സീലിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് സീലിംഗ്, ഇവിടെ എല്ലാം സീലിംഗ് വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഇതിനകത്ത് എന്ത് യൂസ് ചെയ്യാം, ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാം. സോ ഇതാണ് ജനറൽ പാർട്സ് ഓഫ് ബോൾ ബിയറിംഗ്. ഇത് ഇൻ കേസ് ഓഫ് എ ബോൾ ബിയറിംഗ്. ഇൻ കേസ് ഓഫ് റോളർ ബിയറിംഗ് ഈ ബോൾസ് മാറി അവിടെ എന്താകും, റോളേഴ്സ് ആകും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് സ്റ്റാറ്റിക് ലോഡ് റേറ്റിംഗ് ഓഫ് റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് C0 വെച്ചിട്ടാണ്. അപ്പോൾ ഫിഗർ ബേസിക്, അതായത് നമ്മൾ ടൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എന്താണ്, സ്റ്റാറ്റിക് ലോഡ് റേറ്റിംഗ് ആണ്. അതായത് ഇറ്റ്സ് ഫോർ എ നോൺ റൊട്ടേറ്റിംഗ് ബിയറിംഗ്. അതായത് നമ്മളെ ബിയറിംഗ് സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ ആൻഡ് അതെന്ത് ചെയ്യും, ഒരു ലോഡ് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഈ ലോഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് ലോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ ബിയറിംഗ് റൊട്ടേറ്റിംഗ് കണ്ടീഷൻ അല്ല, ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേഷനറി കണ്ടീഷൻ ആൻഡ് ഇറ്റ് സപ്പോർട്ട് സം ലോഡ്. ആ ലോഡിന് നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു, C0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ നമുക്കറിയാൻ പറ്റും, ഈ ബിയറിംഗ് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ എന്ത് പറ്റും, ഈ ലോഡ് സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്, ഈ ബോൾസ് അല്ലെങ്കിൽ റോളേഴ്സാണ് എന്ത് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് പറ്റും, ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ ഇൻ കേസ് ഓഫ് എ ബോൾ ബിയറിംഗ് ആണെങ്കിൽ എന്താണ്, ഇവിടെ എപ്പോഴും ഒരു ഹൈലി സ്ട്രെസ്ഡ് പോയിൻ്റ് ആയിരിക്കും. ഏത് പോയിൻറ്റ്സ് ആയിരിക്കും, ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്. അതായത് ഈ ബോൾസിനും നമ്മുടെ ഈ ഇന്നർ റേസിനും ഇടയ്ക്ക് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് വരുന്ന ഈ പോയിൻറ്റ്സിലായിരിക്കും എന്തുണ്ടാകുന്നത്, മാക്സിമം ഡീഫോർമേഷൻ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഈ ലോഡിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഈ പോയിൻറ്റ്സിൽ എന്തുണ്ടാകുന്നുണ്ട്, ഡീഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. സോ ഈ സ്റ്റാറ്റിക് ലോഡ് റേറ്റിംഗ് അല്ലെങ്കിൽ ബേസിക് സ്റ്റാറ്റിക് ലോഡ് റേറ്റിംഗ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നത്, ഈ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ ഒരു 0.0001 ടൈംസ് ഡയമീറ്റർ ഓഫ് ദീസ് ബോൾസ് അത്രയും ആകുമ്പോൾ അതെത്ര ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത്, ബേസിക് സ്റ്റാറ്റിക് ലോഡ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഡീഫോർമേഷൻ കറസ്പോണ്ടിങ് ടു ദിസ് ലോഡ് വിൽ ബി വാട്ട്, ഇൻ ദ റേഞ്ച് ഓഫ് 10⁻⁻⁴ ഓർ 0.0001 ടൈംസ് ഓഫ് ഡയമീറ്റർ. അത്രയും ഡീഫോർമേഷൻ ഈ ബോൾസിന് സംഭവിച്ചു കഴിഞ്ഞാലും അത് വലിയ ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ അത്രയും ഡീഫോർമേഷൻ സഹിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ബോൾസിന് എത്രത്തോളം സ്റ്റാറ്റിക് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്ത്,
ബേസിക് സ്റ്റാറ്റിക് ലോഡ് റേറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത് ഡിസൈനിൽ വരുന്നുണ്ട്. അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? C0 വെച്ചിട്ടാണ്. അപ്പോൾ അതിലെ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. അതെന്താണ്? ഡീഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതിനനുസരിച്ചാണ് നമ്മുടെ ഇൻക്രീസ് ഇൻ ലോഡ് വെച്ചിട്ടാണ്. സോ ബേസിക് സ്റ്റാറ്റിക് ലോഡ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേഷനറി ബിയറിങ്ങിൽ എത്രത്തോളം ലോഡ് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ബേസിക് സ്റ്റാറ്റിക് ലോഡ് റേറ്റിംഗ്. അപ്പോൾ അത് രണ്ട് തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമുക്കൊരു റേഡിയൽ ബിയറിംഗ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് റേഡിയൽ നേച്ചർ, ഓർ ഇൻ കേസ് ഓഫ് ത്രസ് ലോഡ് ബോൾ ബിയറിംഗ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് ത്രസ് നേച്ചർ. അതായത് ആ ഡയറക്ഷൻ ഇൻ എ സിംഗിൾ ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ്? ഒരു സ്റ്റേഷനറി ബിയറിങ്ങിൽ ആക്ട് ചെയ്യുന്ന ലോഡ് അല്ലേ? അപ്പോൾ ആ ലോഡ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു പെർമനൻറ്റ് ഡീഫോർമേഷൻ. അത് നമുക്ക് അത്രയും ഡീഫോർമേഷൻ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. ആ ഒരു ഡീഫോർമേഷൻ എത്രയാണ്? 0.0001 ടൈംസ് ഓഫ് ബോൾ ഡയമീറ്റർ. അപ്പോൾ അത്രയും ഡീഫോർമേഷൻ ഇത് കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് തന്നെ ആ ലോഡ് വിസ്റ്റാൻഡ് ചെയ്യുന്ന ലോഡിനാണ് ബേസിക് സ്റ്റാറ്റിക് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് സ്റ്റാറ്റിക് ലോഡ് റേറ്റിംഗ്. അപ്പോൾ ആ C0 വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരുപാട് റിലേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻസ് നിങ്ങൾക്ക് ഡേറ്റ ബുക്ക് റെഫർ ചെയ്താൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ പറ്റും, കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ടൈപ്പ് ബിയറിങ്ങിനും ഓരോ ഇക്വേഷൻസ് ആണ്. ഫോർ റേഡിയൽ ബോൾ ബിയറിംഗ് ദിസ് ഈസ് ദ ഗിവൺ ഇക്വേഷൻ, ആൻഡ് ഫോർ റേഡിയൽ റോളർ ബിയറിംഗ് ദിസ് ദ ഇക്വേഷൻ. അതേപോലെ തന്നെ ത്രസ് ബിയറിംഗ്, ത്രസ് റോളർ ബിയറിങ്ങിനും ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസിൽ ആൽഫ എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്യുന്ന ആംഗിളാണ് നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ആംഗിൾ. അതായത് ആ ലോഡ് ആ റോളറിലോട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഇത് ഷാഫ്റ്റിൻ്റെ പ്ലെയിൻ ഓഫ് റൊട്ടേഷന് പെർപെൻഡിക്കുലറും കൂടെ വരച്ച് ഉള്ള ഒരു ആംഗിളാണ് ആൽഫ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ഇക്വേഷൻസ് ഡയറക്റ്റ് നമുക്ക് ഡേറ്റ ബുക്കിൽ കാണാൻ സാധിക്കും. സോ ആ ഒരു ഈ C0 എന്നുള്ള ടേമിനാണ് ഇമ്പോർട്ടൻസ്. അതാണ് സ്റ്റാറ്റിക് ലോഡ് റേറ്റിംഗ് ഓഫ് എ ബിയറിംഗ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് ലൈഫ് ഓഫ് എ ബിയറിംഗ്. നമുക്കറിയാം ബോൾസ് അല്ലെങ്കിൽ റോളേഴ്സ് എന്താണ്, അതിൻ്റെ ലൈഫ് സൈക്കിളിൽ എന്താണ്, വേരിയബിൾ ലോഡ്സ് ഒരുപാട് ലോഡ് വിസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ കോൺസ്റ്റൻറ്റ് സ്റ്റേഷനറി ലോഡ് മാത്രമല്ല, നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്, അതായത് ഒരു RPM ഒരു ടൈപ്പ് ലോഡ്, പിന്നെ അടുത്ത ഒരു വ്യത്യസ്തമായ RPM അല്ലെങ്കിൽ ഹൈ RPM അല്ലെങ്കിൽ ലോ RPM വേറൊരു ലോഡ്, അങ്ങനെ വേരിയബിൾ ലോഡ് അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റഡി ലോഡ്, അങ്ങനെ എല്ലാം ആക്ട് ചെയ്യുന്നുണ്ട്. ഇൻ എ ലാർജ് നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ ഇറ്റ്സ് ലൈഫ്. അപ്പോൾ ലൈഫ് ഓഫ് ബിയറിങ്ങിൽ നമുക്ക് രണ്ട് ടേമാണ് മെയിനായിട്ട് വേണ്ടത്. ഒന്ന് ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽ ബോൾ ബിയറിങ്, അല്ലെങ്കിൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ റേറ്റിംഗ് ലൈഫ്. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത് റേറ്റിംഗ് ലൈഫാണ്. റേറ്റിംഗ് ലൈഫിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് L_n ആണ് ഡേറ്റ ബുക്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇൻഡിവിജ്വൽ ബോൾ ബിയറിങ്ങിൻ്റെ ലൈഫ് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതിൽ ഫസ്റ്റ് ഒരു ക്രാക്ക്, ഒരു ഫറ്റീഗ്, ഫെയിലിയർ ബോളിനുണ്ടാകുന്നത് വരെ അത് എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഇൻഡിവിജ്വൽ ബോൾ ബിയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ബോളിൻ്റെ അല്ലെങ്കിൽ ആ ലൈഫ് എന്നുകൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഫസ്റ്റ് ഫറ്റീഗ് ക്രാക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഫറ്റീഗ് ഫെയിലർ അതിനകത്ത് നമ്മൾ കാണുന്നത് വരെ അത് എത്ര റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബോൾ ബിയറിങ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈഫ് ഓഫ് ബിയറിങ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് റൊട്ടേഷൻസിലാണ്. ഓക്കെ, ലൈഫ് ഓഫ് എ ബിയറിങ് എന്ന് പറയുമ്പോൾ എന്താണ്, എത്ര റൊട്ടേഷൻസ് എന്നാണ് അതിൻ്റെ നമ്മൾ യൂണിറ്റായിട്ട് പറയുന്നത്. അപ്പോൾ റേറ്റിംഗ് ലൈഫ് നമുക്കറിയാം, ഇൻഡിവിജ്വൽ ബോൾസിൻ്റെ എല്ലാം കൂടെ ഒരു ആവറേജ് ആണ് എന്താണ് റേറ്റിംഗ് ലൈഫ്. അതായത് നമ്മൾ ടോട്ടൽ ഗ്രൂപ്പ് ഓഫ് ബോൾസ് അല്ലെങ്കിൽ ആ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസിൻ്റെ ടോട്ടൽ പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, റേറ്റിംഗ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ ഒരു 100 ബോൾസ് ഉണ്ടെന്ന് കരുതുക. നമ്മൾ 100 ബോൾസ് എത്രത്തോളം റൊട്ടേഷൻ അത് കംപ്ലീറ്റ് ചെയ്തു. അതായത് ഇപ്പോൾ നമുക്കൊരു 100 ബോൾസ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 10 ബോൾസ് ഫെയിലായി എന്ന് കരുതുക. സോ 10 ബോൾസ് ഫെയിലായി കഴിഞ്ഞാലും 10 ബോൾസ് ഫെയിലാകുന്നത് വരെ അത് എത്രത്തോളം ലോഡ് അത് വിസ്റ്റൻ്റ് അല്ലെങ്കിൽ എത്രത്തോളം റൊട്ടേഷൻ അത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് റേറ്റിംഗ് ലൈഫ് എന്ന് പറയുന്നത്. അത് 10% ആർ ഫെയിൽഡ് ഡ്യൂ ടു ഫാറ്റിഗ്. ബട്ട് ഇൻ കേസ് ആ 10 എന്നുള്ള നമ്പർ ഒരു 11th ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, നമുക്കത് പിന്നെ ബിയറിംഗ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം അതിൻ്റെ റേറ്റിംഗ് ലൈഫ് അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് 90%ഓളം ബിയറിങ്സ് എത്രത്തോളം റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, റേറ്റിംഗ് ലൈഫ്. അല്ലെങ്കിൽ വേറൊരു പേരെന്താണ്, കാറ്റലോഗ് ലൈഫ് എന്ന് പറയും. നമ്പർ ഓഫ് റെവല്യൂഷൻസ് കംപ്ലീറ്റഡ് ബൈ 90% ഓഫ് ബോൾ ബിയറിങ്സ് ബിഫോർ ദ ഫസ്റ്റ് എവിഡൻസ്. അതായത് 10%
it is allowed, 10% are allowed in case. But if the number exceeds above 10, then we cannot use the ball bearing further. സോ അതിൻ്റെ റേറ്റിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ 90%ഓളം ബിയറിങ്സ് എത്ര ടൈം കൺസ്യൂം ചെയ്യും, എത്ര റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് റേറ്റിംഗ് ലൈഫ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ലോഡ് റേറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഡിസൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടേമാണ് ബേസിക് ഡൈനാമിക് ലോഡ് റേറ്റിംഗ്. സോ നമ്മൾ നേരത്തെ സ്റ്റാറ്റിക് ലോഡിന് C0 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൈനാമിക്കിന് നമ്മൾ ക്യാപിറ്റൽ C ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക് ലോഡ് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ് ആ ഷാഫ്റ്റ് ഈസ് ഓൺ റൊട്ടേറ്റിംഗ് കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മുടെ ബിയറിങ്ങിന് എന്താണ് മൂവ്മെൻ്റ് ഉള്ള ടൈമിൽ അത് എത്രത്തോളം ലോഡ് ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ് ഡൈനാമിക് ലോഡ് റേറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിന് ഡെഫിനേഷൻ ഉണ്ട്. സ്റ്റാറ്റിക് ലോഡ് നമ്മൾ ബോൾസിൻ്റെ ഡിഫോർമേഷൻ വെച്ചാണ് ഡിഫൈൻ ചെയ്തതെങ്കിൽ ഡൈനാമിക് ലോഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ റേറ്റിംഗ് ലൈഫ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഒരു റേറ്റിംഗ് ലൈഫിൽ എത്രത്തോളം കോൺസ്റ്റൻ്റ് ലോഡ്, അതായത് നമ്മൾ ബിയറിങ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അതിൻ്റെ റേറ്റിംഗ് ലൈഫിൽ അത് എത്രത്തോളം ലോഡ് വിസ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ലോഡിൻ്റെ വാല്യൂ. ആ കോൺസ്റ്റൻ്റ് ലോഡാണ്, അതായത് ഇപ്പോൾ അതിനൊരു പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് കാണും. ആ ഒരു കോൺസ്റ്റൻ്റ് ലോഡ് ആ റേറ്റിംഗ് ലൈഫിൽ അത് വിസ്റ്റാൻഡ് ചെയ്യുന്നു, മാക്സിമം കോൺസ്റ്റൻ്റ് റേഡിയൽ ലോഡ്. ആ വാല്യൂവിനാണ് നമ്മൾ ബേസിക് ഡൈനാമിക് ലോഡ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെഫിനിഷൻ നോക്കിയാൽ പറ്റും. കോൺസ്റ്റൻറ്റ് റേഡിയൽ ലോഡ്, അത് ഇൻ കേസ് ത്രസ്റ്റ് ബോൾ ബിയറിംഗ് ഇറ്റ് ഈസ് ത്രസ്റ്റ് ലോഡ്, ആൻഡ് ഇൻ കേസ് ഓഫ് റേഡിയൽ ബോൾ ബിയറിംഗ് ഇറ്റ് ഈസ് റേഡിയൽ ലോഡ്. ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ബൈ 90% ഓഫ് ഗ്രൂപ്പ് ഓഫ് ഐഡൻറ്റിക്കൽ ബിയറിംഗ്. അതായത് 90%, നമ്മൾ നേരത്തെ പറഞ്ഞു 10% വിൽ ബി ഫെയിൽ ഡ്യൂ ടു ഫാറ്റീഗ് failure, but this load can be withstand if this load can withstand by 90% of identical bearing for a rating life of 1 million revolution. അതായത് 1 മില്യൺ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 90% ബിയറിങ്സിന് എത്രത്തോളം ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ബേസിക് ഡൈനാമിക് ലോഡ് റേറ്റിംഗ്. ആ 1 മില്യൺ റെവല്യൂഷന് ഈസ് ഇക്വലൻ്റ് ടു വാട്ട് 500 hours ഓഫ് ഓപ്പറേഷൻ അറ്റ് 33.3 RPM എന്നും ഡിഫൈൻ ചെയ്യാം. അതായത് 1 മില്യൺ റെവല്യൂഷൻസ് ഈ 90% ബിയറിംഗ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡാണ് ബേസിക് ഡൈനാമിക് ലോഡ് റേറ്റിംഗ് C എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സ്റ്റാറ്റിക് ലോഡാണെങ്കിലും ഡൈനാമിക് ലോഡാണെങ്കിലും അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക് ഡൈനാമിക് ഇക്വലൻ്റ് ലോഡ് എന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ P വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ C0 പറഞ്ഞു, C പറഞ്ഞു, ഇപ്പോൾ ക്യാപിറ്റൽ P. അപ്പോൾ ഈ ക്യാപിറ്റൽ P അല്ലെങ്കിൽ ഡൈനാമിക് ഇക്വലൻ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈസിനെസ് ഓഫ് ഡിസൈനിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമുക്ക് നോർമൽ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫ് സ്റ്റേജസിൽ നമുക്കറിയാം നമ്മുടെ ബിയറിങ് വർക്കിംഗ് കണ്ടീഷനിൽ ഇറ്റ് ക്യാൻ സപ്പോർട്ട് ബോത്ത് ആക്സിയൽ ലോഡ് വരുന്നുണ്ട്, റേഡിയൽ ലോഡ് വരുന്നുണ്ട്. ഈ കമ്പൈൻഡ് ലോഡ് കണ്ടീഷനാണ് പറ്റുന്നത് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ വരുന്നത്. സോ ആ ഒരു കമ്പൈൻഡ് ലോഡ് വരുമ്പോൾ നമ്മളത് ഡിസൈൻ ചെയ്യാൻ എളുപ്പത്തിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇൻ കേസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ബിയറിംഗ് ഇതിലെന്ത് വരുന്നുണ്ട്, ഒരു ആക്സിയൽ ലോഡ് വരുന്നുണ്ട്, ഒരു റേഡിയൽ ലോഡ് വരുന്നുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്യാൻ എളുപ്പത്തിന് ഈ ആക്സിയൽ ലോഡും ഈ റേഡിയൽ ലോഡും കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരു ഇക്വലൻ്റ് റേഡിയൽ ലോഡായിട്ട് എടുക്കും. ഈ റേഡിയൽ ലോഡ് ആൻഡ് ആക്സിയൽ ലോഡിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു ഇക്വലൻ്റ് റേഡിയൽ ലോഡായിട്ട് എടുക്കും. ഓക്കെ, ഇവിടെ ആക്സിയൽ ലോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് FA ആൻഡ് റേഡിയൽ ലോഡ് FR ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഇക്വലൻ്റ് റേഡിയൽ ലോഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ചെയ്യുന്നത് ഡൈനാമിക് ഇക്വലൻ്റ് ലോഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ P എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ആണ് ബിയറിങ്സ്. അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ നോർമൽ കണ്ടീഷൻസിൽ ബിയറിങ്സ് ആർ സബ്ജക്റ്റ് ടു കമ്പൈൻഡ് റേഡിയൽ ആൻഡ് ആക്സിയൽ ലോഡ്സ് ആണ്. അപ്പോൾ ഇൻ കേസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് സ്റ്റേഷനറി റേഡിയൽ ലോഡ് ഓർ ത്രസ്റ്റ് ലോഡ് എന്ന് വെച്ചാൽ സ്റ്റേഷനറി ലോഡാണ്, ഒരു സെയിം മാഗ്നിറ്റ്യൂഡിനായിരിക്കും ത്രൂ ഔട്ട്, അതാണ് സ്റ്റേഷനറി ലോഡ് എന്ന് പറയുന്നത്. സോ അത് ഇറ്റ് ഗീവ്സ് ആൻ സെയിം ലൈഫ് ഓഫ് ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷൻ. അതായത് ഈ ഒരു ബിയറിങ്ങിൻ്റെ സെയിം ലൈഫ് തന്നെ ആയിരിക്കണം ഈ ഒരു കേസിലും. മനസ്സിലായോ? രണ്ടും സെയിം ലൈഫായിരിക്കണം.
അങ്ങനെയുള്ളപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് എന്ത് പറ്റും, നമുക്കൊരു ഒറ്റ ലോഡായിട്ട് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ലോഡിനാണ് എന്ത് പറയുന്നത്, ഡൈനാമിക് ഇക്വലൻറ്റ് ലോഡ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഒറ്റ ലോഡായിരിക്കുമ്പോൾ ഈ ബിയറിങ്ങിനും അത് നമ്മൾ ഇക്വലൻസി എടുത്ത ഈ ബിയറിങ്ങിനും സെയിം ലൈഫ് ആയിരിക്കണം, ഒരേ റെവല്യൂഷൻസ് ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഒറ്റ ലോഡായാലും സെയിം ലൈഫ് തന്നെ ആയിരിക്കണം ഇവിടെയും. അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലോഡിനാണ് എന്ത് പറയുന്നത്, ഡൈനാമിക് ഇക്വലൻറ്റ് ലോഡ് അല്ലെങ്കിൽ പി കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക് ഇക്വലൻറ്റ് ലോഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു ഫോർമുല ഡേറ്റ ബുക്ക് റെഫർ ചെയ്താൽ കിട്ടും. അപ്പോൾ അത് എന്താണ്, ഇക്വലൻറ്റ് ലോഡ്, ഡൈനാമിക് ഇക്വലൻറ്റ് ലോഡ് ക്യാപിറ്റൽ പി ഈക്വൽസ് എക്സ് വി എഫ് ആർ പ്ലസ് വൈ എഫ് എ. അപ്പോൾ ഇതിലുള്ള ഓരോ കമ്പോണൻസ് എന്താണെന്ന് നോക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയൽ ഫാക്ടർ, വി റൊട്ടേഷൻ ഫാക്ടർ, ബാക്കി നമുക്കറിയാം എഫ് ആർ എന്ന് പറഞ്ഞാൽ റേഡിയൽ ലോഡാണ്, അതേപോലെ എഫ് എന്ന് പറഞ്ഞാൽ ത്രസ് ലോഡാണ്. ഈ ലോഡ് 2 ന്യൂട്ടണിൽ കൊടുക്കും. ബാക്കി കമ്പോണൻസ് എല്ലാം അല്ലെങ്കിൽ ബാക്കി കോൺസ്റ്റൻസ് എല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഡേറ്റാ ബുക്കിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് പറ്റും, നമ്മുടെ ഗിവൺ ബിയറിങ്ങിനുള്ള ഇക്വലൻറ്റ് ലോഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് ഡൈനാമിക് ഇക്വലൻറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ലോഡ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്, ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് ഒറ്റ ലോഡ്, ആ ലോഡിൻ്റെ ഒരു സിംഗിൾ ഡയറക്ഷൻ ആയിരിക്കും. ഇഫ് it may be a radial load, it may be a thrust load. In case of it may be a radial load. So for the given condition is that both having the same life, or both should complete the same number of rotations, then it can be termed as what, dynamic equivalent load. ഇനി റേറ്റിംഗ് ലൈഫ് ഓഫ് ബിയറിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞു റേറ്റിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, 90% ഓഫ് ദ ബോൾസ് വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന ലോഡ്, അതായത് ഡൈനാമിക് കണ്ടീഷൻ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസിൽ 90% ഓഫ് ദ ബോൾസ് വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന ലോഡ് വിസ്റ്റാൻഡ് ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ഇതിനാണ് നമ്മളെന്ത് പറയുന്നത്, റേറ്റിംഗ് ലൈഫ് ഓഫ് ബിയറിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 90% ഓഫ് ദ ബിയറിങ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന റെവല്യൂഷൻ, അതിനാണ് നമ്മളെന്ത് പറയുന്നത്, റേറ്റിംഗ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള കുറച്ച് റിലേഷൻസ് ആണ്. റേറ്റിംഗ് ലൈഫ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചിട്ടാണ്, LN വെച്ചിട്ടാണ്, L സഫിക്സ് N ആണ്. അപ്പോൾ LN കണ്ടുപിടിക്കാൻ താഴെയുള്ള ഫോർമുല ആദ്യം നോക്കുക, C/P⁻³ ഇൻറ്റു 10⁻⁶ റെവല്യൂഷൻസ്. നമുക്കറിയാം റേറ്റിംഗ് ലൈഫ് നമ്മൾ എന്തിനാണ് പറയുന്നത്, റെവല്യൂഷൻസിലാണ് പറയുന്നത്. അപ്പോൾ ഫോർ ബോൾ ബിയറിങ്സ് എന്താണ്, C/P⁻³ ആണ്. ആൻഡ് ഫോർ റോളർ ബിയറിങ്സ് എന്താണ്, C/P⁻⁴ ആണ്. സോ ഇത് രണ്ട് ഇക്വേഷൻസ് ഡേറ്റ ബുക്കിലുണ്ട്, അത് രണ്ടും റെഫർ ചെയ്യുക. അപ്പോൾ ഇതിൽ സിയും പി എന്താണ് നമ്മൾ മുമ്പേ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതിലെന്താണ്, സി എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക് ഡൈനാമിക് ലോഡ് റേറ്റിംഗ്, ആൻഡ് പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വലൻറ്റ് ഡൈനാമിക് ലോഡ് റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് റേറ്റിംഗ് ലൈഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ്. അതായത് ഇൻറ്റു 10⁻⁶. ഈ 10⁻⁶ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്തെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, മില്യൺ റെവല്യൂഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻ മില്യൺ റെവല്യൂഷൻസ് ആണെങ്കിൽ നമുക്കിവിടെ 10⁻⁶ കൊടുക്കേണ്ട കാര്യമില്ല. ബട്ട് എന്താണ്, ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10⁻⁶ ആണ്, നമുക്ക് ഡയറക്റ്റ് ആൻസർ എന്തിൽ കിട്ടും, റെവല്യൂഷൻസിൽ കിട്ടും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ മെത്തേഡിൽ ചെയ്താൽ മതി. ബട്ട് ഇതിനെ ഡിവൈഡഡ് ബൈ 10⁻⁶ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, ഇൻ മില്യൺ റെവല്യൂഷൻസിൽ ആൻസർ കിട്ടും. അതാണ് ഈ മേളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, റേറ്റിംഗ് ലൈഫ്. സോ നമ്മൾ നോക്കേണ്ട കാര്യം, അതിനുള്ള നൊട്ടേഷൻ എന്താണ്, LN ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റേറ്റിംഗ് ലൈഫ് ഓഫ് ബിയറിംഗ്. ഇക്വേഷൻ C/P⁻³ ഇൻ കേസ് ഓഫ് ബോൾ ബിയറിംഗ്സ് ആൻഡ് C/P⁻⁴ in case of roller bearings, and it is represented in revolutions. It can also be represented in millions of revolutions. Okay. C എന്താണ്, ബേസിക് ഡൈനാമിക് ലോഡ് റേറ്റിംഗ്. പി എന്താണ്, ഇക്വലൻറ്റ് ഡൈനാമിക് ലോഡ്. ഇനി പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ വേറെ റിലേഷൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ നമ്മുടെ ബിയറിങ്ങിൻ്റെ ലൈഫ് ഇനി ക്വസ്റ്റ്യൻസിൽ വർക്കിംഗ് അവേഴ്സിൽ തരും. അതായത് നമ്മുടെ ബിയറിംഗ് ഒരു 33 hours അല്ലെങ്കിൽ 50 hours ആണ് അതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, നമുക്ക് കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തിനായിട്ട് കൺവേർട്ട് ചെയ്യണം, ലൈഫ് ഇൻ റെവല്യൂഷൻസിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇഫ് ലൈഫ് ഈസ് ഗിവൺ ഇൻ വർക്കിംഗ് അവേഴ്സ് വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു റെവല്യൂഷൻസ് ബൈ യൂസിങ് ദിസ് റിലേഷൻ 60 times NLH. ഇവിടെ LH എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈഫ് ഇൻ വർക്കിംഗ് അവേഴ്സ്, ആൻഡ് N എന്ന് പറഞ്ഞാൽ എന്താണ്, RPM, ആൻഡ് 60 NLH എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ ലൈഫ് ഇൻ റെവല്യൂഷൻസ് കിട്ടും. തിരിച്ച് കൺവേർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിലും ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ ലൈഫ് ഇൻ റെവല്യൂഷൻസ് ഈക്വൽ 60 × N × LH, വെയർ LH ഈസ് ദ ലൈഫ് ഇൻ വർക്കിംഗ് അവേഴ്സ്. വർക്കിംഗ് അവേഴ്സ് തന്നിരുന്നാൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ, തിരിച്ചും കൺവേർട്ട് ചെയ്യാം. അതിനാണ് ഈ റിലേഷൻ യൂസ് ചെയ്യുന്നത്.